ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈനംദിന ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ധനമില്ലായ്മ, അധിക ചെലവ്, തൊഴിൽ മന്ദത, ഭാരാബ്ദങ്ങൾ, മനോവിഷമങ്ങൾ, കുടുംബ ബാധ്യത, കലഹങ്ങൾ, സന്താനങ്ങളെ പറ്റിയുള്ള വിചാരങ്ങൾ, ചിന്തകൾ, തൊഴിലിനെ പറ്റിയുള്ള ചിന്തകൾ, ഇങ്ങനെ ഓരോരോ ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർ ഓരോരോ നല്ല ദിവസത്തിനെയും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. നല്ല ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ദിവസങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നല്ല ദിവസങ്ങളുണ്ട്, ചീത്ത ദിവസമുണ്ട്. നല്ല ദിവസമുണ്ട്, ചീത്ത ദിവസമുണ്ട്. അതിലത്തെ നല്ല ദിവസം ഏതാണ്, ചീത്ത ദിവസം ഏതാണെന്നുള്ളത് നമ്മൾക്ക് അനുഭവത്തിലൂടെ അറിയുള്ളൂ. പക്ഷേ ജ്യോതിഷപ്രകാരം നമ്മൾക്ക് ചില ദിവസങ്ങൾ അനുകൂലപരമായിട്ട് ദിവസമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെയും നക്ഷത്രങ്ങളും നക്ഷത്രത്തിൻ്റെ പാദങ്ങളും വെച്ചിട്ടുള്ള ഒരു വിശകലനമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശകലനമാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തർക്കും ശുഭദിനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ ആ ശുഭദിനങ്ങൾ നല്ലതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു വിവാഹത്തിനോ ഒരു വീട് വെപ്പിനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി സ്ഥാനം കുറിക്കാൻ വേണ്ടി ഉള്ള ദിവസത്തിനോ, കുട്ടികൾക്ക് ചോറൂണിനുള്ള നല്ല ദിവസത്തിനോ, അല്ലെങ്കിൽ പ്രസവത്തിന് കൊണ്ടുവരാനുള്ള നല്ല ദിവസത്തിനോ, പ്രസവിച്ച് ശേഷം കൂട്ടിക്കൊണ്ടുവരാനുള്ള നല്ല ദിവസത്തിനോ, അതുപോലെ അങ്ങനെയുള്ള ഓരോരോ മുഹൂർത്തങ്ങൾ, ഓരോരോ ദിവസങ്ങൾ നല്ല ദിവസം നോക്കാൻ വേണ്ടി നമ്മൾ ഒരു ജ്യോത്സ്യരുടെ അടുത്ത് പോകും. അപ്പോഴാണ് നമ്മൾ നല്ല ദിവസം നോക്കുന്നത്. ആ നല്ല ദിവസം നോക്കുന്നത് എന്തിനാ വെച്ച് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ദിവസമായിട്ട് കൂട്ടിയിട്ട് വന്നാലേ ആ ശുഭത്വം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ശുഭത്വം വരുന്ന നല്ലൊരു മുഹൂർത്തം നിശ്ചയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ജന്മനക്ഷത്രങ്ങൾ നോക്കണം, ആ നക്ഷത്രത്തിൻ്റെ പാദങ്ങൾ നോക്കണം, അഷ്ടമരാശിക്കൂർ നോക്കണം, വേദനക്ഷത്രങ്ങൾ നോക്കണം, അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം ശുഭമുഹൂർത്തമായിട്ട് എടുക്കണമെങ്കിൽ. ശരിക്കും മുഹൂർത്തം നോക്കുക പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ട് സംഗതി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ നോക്കുന്ന ആൾക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ കുറിച്ചു കൊടുക്കുന്ന ദിവസം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നവരും. പക്ഷെ അത് തെറ്റിക്കഴിയുമ്പോഴാണ് അറിയുന്നത്. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഒരു മുഹൂർത്തം എഴുതി കൊടുത്തതിന് ശേഷം ആ വിവാഹത്തിന് പങ്കെടുക്കേണ്ട ഒരു സന്ദർഭം എനിക്കുണ്ടായി. ആ സമയത്ത് വിവാഹത്തിൻ്റെ മുഹൂർത്തം കുറിച്ചുകൊണ്ട് ഒരു ജ്യോത്സ്യൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ നക്ഷത്ര പ്രകാരം കണക്ക് കൂട്ടിയിട്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അന്നത്തെ ദിവസം നോക്കുന്ന സമയത്ത് ഞാൻ ആ ദിവസമാണ്, അതായത് നിശ്ചയത്തിൻ്റെ ദിവസം, എൻഗേജ്മെൻറ്റ് ദിവസം ആണ് എഴുതി കൊടുത്ത മുഹൂർത്തം നോക്കുമ്പോൾ അന്നത്തെ ദിവസം തെറ്റായിരുന്നു. എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ സദസ്സാണ്, എല്ലാവരും ഉണ്ട്. പിന്നെ എന്നെ ക്ഷണിച്ചത് അവരുടെ ഒരു ബന്ധുവാണ്. പക്ഷെ എന്നാൽ പിന്നെ നിങ്ങളുടെ ആ ബന്ധുവിൻ്റെ അടുത്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു പോകും. പക്ഷെ അത് പറയാൻ എനിക്ക് നിവൃത്തിയില്ലാതെ പോയി. കണ്ണടച്ചിരിക്കാൻ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതകം കൈമാറേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് എനിക്ക് മനസ്സിലായി അനുഭവത്തിലൂടെ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും. എന്താ കാരണം എന്നുള്ളത് പറയാൻ പോയിട്ടുമില്ല. കാരണം സംഭവിച്ചു. ഇനി ഒരു മനസ്സിലൊരു കുത്തുവാക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ അവരുടെ വിവാഹ ദൈർഘ്യം വളരെ കുറഞ്ഞുപോയി. വിവാഹ ദൈർഘ്യം പറഞ്ഞാൽ കൂടിയിരിപ്പ് കുറഞ്ഞുപോയി. അത് ഒരു 1-2 വർഷം നീണ്ടു നിൽക്കാനും കുഴപ്പമില്ലായിരുന്നു. വെറും ആഴ്ചകൾ മാസമുള്ളപ്പോൾ മുറിഞ്ഞുപോയി എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നില്ല, എന്നിരുന്നാലും പറയണം. അപ്പോൾ അങ്ങനെ ഓരോ മുഹൂർത്തമുണ്ട്. അപ്പോൾ അവർ കുറിച്ചു കൊടുക്കുന്ന മുഹൂർത്തം വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വിശ്വാസ വഞ്ചന എന്ന് പറയും. ചിലവർക്ക് തെറ്റുപറ്റുന്ന എത്രയുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാളെ കൊണ്ട് മാത്രമല്ല പിന്നെ ഒരാളെ കൊണ്ടുകൂടി നോക്കിക്കണം. കാരണം നമ്മൾ ഇതെല്ലാം ഒരിക്കലേ ഉള്ളൂ, ഒരു വിവാഹം ഒരിക്കലേ ഉള്ളൂ. രണ്ടാമതൊന്നില്ല, അപൂർവമായിട്ട് രണ്ടാമത് വിവാഹം, മൂന്നാമത് വിവാഹം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ വിവാഹം ശുഭമുഹൂർത്തത്തിലായിരിക്കണം എന്ന് പറയാം. അതുപോലെ ഒരു ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഭവനം നമ്മൾ കൊടുക്കാനല്ല, ഇരിക്കാനാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത്. അതുപോലെ നമ്മൾക്ക് കുട്ടികൾക്ക് അന്നം മൂട്ടുമ്പോൾ
ആ അന്നം എന്നും കിട്ടണമേ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്നം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ശുഭമുഹൂർത്തങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ധനം, നമ്മൾക്ക് കിട്ടുന്ന വാർത്തകൾ, ശുഭവാർത്തകൾ, നമ്മൾക്ക് കിട്ടുന്ന വാഹനങ്ങൾ കിട്ടുന്ന ദിവസങ്ങൾ, നമ്മൾക്കൊരു പ്രശസ്തി കിട്ടുന്ന ദിവസങ്ങൾ, നമ്മൾക്കൊരു ആകാംക്ഷയുള്ള ദിവസങ്ങൾ, എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്ന ദിവസങ്ങൾ, അതായത് പരീക്ഷാദികളിൽ എഴുതി അതിന്റെ റിസൾട്ട് കിട്ടുന്ന ദിവസങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ടെസ്റ്റിങ്ങിന് രോഗശൈലിയിരിക്കുന്നവർ എന്തെങ്കിലും ടെസ്റ്റിന് കൊടുത്തിട്ട് ആ ടെസ്റ്റ് കിട്ടുന്ന ആ നിമിഷങ്ങളാണ് ആ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിന് മുഹൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുഹൂർത്തമായിട്ടുള്ള ഒരു ദിവസം നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈയുടെ അവസാന ദിവസമായിട്ടുള്ള 29, 30, 31 എന്നീ ദിവസങ്ങൾ ഇവർക്ക് ശുഭ ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ വ്യാഴവും അനുകൂലമല്ല, ശനിയും അനുകൂലമല്ല. ചാരവാസൻ മേട കൂടുകാർക്കുള്ള കാര്യം പറയുന്നത് 12-ൽ ശനി, 7-ൽ ശനി തുടക്കമാണ്. വ്യാഴം 3-ന് മറിഞ്ഞു പോവുകയും ചെയ്തു. ഈ രണ്ട് ഗ്രഹങ്ങളെ അടിസ്ഥാനപരമാക്കിയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. മറ്റ് ഗ്രഹങ്ങൾ ചരാചരമായിട്ട് മാസത്തിലോ മാസം കൂടുമ്പോഴോ 1.5 മാസം കൂടുമ്പോഴോ പിന്നെ രാഹുകേതുക്കളോ 1.5 വർഷം കൂടുമ്പോഴൊക്കെ മാറുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ശനിയുടെയും അതുപോലെ തന്നെ വ്യാഴത്തിന്റെയും സ്ഥിതി അനുകൂലമല്ല. എന്നിരുന്നാലും ഇവർക്ക് ജാതകത്തിൽ ചിലപ്പോൾ നല്ല സമയമായിരിക്കും, അപകാരകാലം നല്ല സമയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉത്തമമായിട്ട് ഈ ഫലം കുറച്ചുകൂടി അനുകൂലപരമായിരിക്കും. അതേ സമയത്ത് ജാതകത്തിൽ സമയം മോശമാണ്, അപകാരവും മോശമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ കുറച്ച് നല്ല ദിവസങ്ങൾ ഉണ്ടാവും എന്നാണ്. നല്ല സമയങ്ങൾ അല്ലെങ്കിൽ ആ ദിവസം നന്നതായിരിക്കും എന്ന് പറയുന്നത്. ശുഭത്വമാണെങ്കിൽ ശുഭത്വം കൂടും, അശുഭമാണെങ്കിൽ കുറച്ച് നല്ലത് അതിനനുസരിച്ചുള്ള നല്ലതേ കിട്ടുകയുള്ളൂ. ശുഭത്വമാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള അനുഭവം കിട്ടും. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം, ചിലപ്പോൾ വാഹനമായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാന്ന് പറയുന്നത്, ചിലപ്പോൾ പിറന്നാൾ സമ്മാനമായിട്ടോ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആയിട്ടോ അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു മോതിരം കൊടുക്കാറുള്ളത്, ചിലപ്പോൾ ഒരു ഫോണായിരിക്കും മാറ്റി കൊടുക്കാറുള്ളത്, ചിലപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് ഒരു വാച്ചായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ പലതും. അത് കിട്ടുന്നത് അവർക്ക് സന്തോഷം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലോണുകൾ വല്ലതൊക്കെ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പാസ്സാകുന്ന ദിവസം, കുറികളെല്ലാം ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ദിവസം, അതുപോലെ ലോട്ടറി എല്ലാം അല്ല ഭാഗ്യക്കുറികളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ദിവസേന ഭാഗ്യക്കുറിയുണ്ട്, ദിവസേന നമുക്ക് ഭാഗ്യം കാരണം കൈവരുന്നില്ല, എപ്പോഴെങ്കിലും ഒരു ദിവസം വരും. പക്ഷെ അന്നത്തെ ദിവസം ശരാശരി ചിലപ്പോൾ കിട്ടാനുള്ള ഭാഗ്യമുണ്ട്, ചിലപ്പോൾ എന്നാ പറയുന്നുള്ളൂ കിട്ടാനുള്ള ഭാഗ്യം. കാരണം ഭാഗ്യക്കുറിയാണ്, അതിപ്പോൾ 100 രൂപ അടിച്ചാലും അത് ഭാഗ്യം തന്നെ എന്ന് പറയും. എന്നാൽ എന്നിരുന്നാലും പറയാം, അത് കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടക്കാർക്കാണെങ്കിൽ ഓരോ ദിവസത്തിന്റെ വരുമാനത്തിനനുസരിച്ച് ആ ദിവസം ഈ പറയുന്ന ദിവസങ്ങളിൽ കൂടിയിരിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ ജോലി എടുക്കുന്ന, മാസത്തിൽ ജോലി ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ അന്നേക്ക് അന്നത്തെ ദിവസം ബിസിനസ് നടത്തും. പുതിയ ബിസിനസ്സിന് തുടക്കം കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലതാണ്. പുതിയ വാഹനത്തിന് വല്ല കരാർ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പുതിയ ഭൂമി വില നോക്കാൻ പോവുകയാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള നല്ലതാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയം തുറന്ന് പറയാൻ പറ്റിയ കുറെ കാലമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയും എന്നുള്ള ഒരു ഭയങ്കരമായിട്ട് ടെൻഷനും ആകാംക്ഷയും ഉണ്ടാവും. അത് പറയാനുള്ള ദിവസങ്ങളാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് അനുകൂലപരമായിട്ടുള്ള പല രേഖകളും വൈകി നിൽക്കുന്ന കാരണം കൊണ്ട് അത് പെട്ടെന്ന് ചിലപ്പോൾ പാസ്സായി വരുവാനുള്ള ദിവസം കൂടിയായിരിക്കും ഈ ജൂലൈ 29, 30, 31 എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. അങ്ങനെയുള്ള സംഭവങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല മേഖലകളിൽ പറഞ്ഞു, ഇപ്പൊ പ്രശസ്തി, അവാർഡുകൾ കിട്ടുക, ഉദ്യോഗകയറ്റം കിട്ടുക, ഉദ്യോഗസ്ഥ സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടുക, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഈ ദിവസങ്ങൾ നമുക്ക് ആഹ്ലാദം തന്നെയായിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ സ്ഥലമാറ്റം കിട്ടി, അല്ലെങ്കിൽ വിചാരിച്ച പോലെ തന്നെ പ്രമോഷൻ കിട്ടി എന്നൊക്കെ അറിയുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ നമുക്ക് സുബത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഒരു ആഭരണം എടുക്കാൻ പോവുകയാണെങ്കിൽ നല്ല ദിവസമാണ്. ആഭരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആഭരണം വാങ്ങിച്ചു വെച്ച് പറഞ്ഞാൽ ആഭരണം നഷ്ടപ്പെടില്ല, കാരണം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് പണയം വെക്കാൻ പറ്റും. വിൽക്കാൻ നമുക്ക് 100% വിൽക്കേണ്ട ഒരു ഈ മുഹൂർത്തം, അതിനാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മൾ വിവാഹം കഴിക്കുന്നത് നമ്മൾ മോചനം നേടാനില്ല, ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ആഭരണം വാങ്ങിക്കുന്നത് താൽക്കാലികപരമായിട്ട് പണയം വെക്കാം. പക്ഷെ വിൽക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ വിറ്റേ തീരുള്ളൂ, നിവൃത്തിയില്ല. എങ്കിലും അത് അങ്ങനെയുള്ളൊരു ദിവസങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ വാങ്ങിച്ച് പെട്ടെന്ന് കേടുവന്നു. പക്ഷെ നമ്മൾ ആ ഒരു നല്ല ദിവസം നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ ലൈഫ് കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫർണിച്ചർ സാധനങ്ങളും
മിക്സി ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും അങ്ങനെയുള്ള ഗൃഹോപകരണ സാധനങ്ങൾ എന്തുമാകട്ടെ അങ്ങനെയുള്ളതെല്ലാം വാങ്ങിക്കാനും പറ്റിയ ദിവസമാണ് ഇത്. അതുപോലെ തന്നെ ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള ദിവസങ്ങളും കൂടിയാണ്. നമ്മൾക്ക് മനസ്സിന് സുഖം തരുന്ന ശുഭവാർത്തകൾ കേൾക്കാൻ കൂടിയുള്ളതാണ്. ഈ ശുഭവാർത്തകളും ശുഭപ്രതീക്ഷകളും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.